ഇപ്പം പറഞ്ഞ ഈ രണ്ട് ഡിബേറ്റിന് ഞാൻ തയ്യാറല്ല. പക്ഷെ എന്തുകൊണ്ട് ഇവിടെ നടക്കുന്ന ഞാൻ 86 ഈ സമരത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുകയും 86 തുടങ്ങി ഈ വളരെ ശക്തമായിട്ട് ഇതിനെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണം ജനങ്ങളുടെ ഇടയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ ഇതിനെ എതിർക്കുന്നതിന് നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഒരു വ്യക്തിയാണ്. മത്സ്യത്തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുകയും അവിടെ താമസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്റെ സഹോദരങ്ങൾ ഇതിന്റെ എഫക്ട് എന്തുമാത്രം അനുഭവിക്കുന്നു എന്നുള്ളത് നേരിട്ട് അറിഞ്ഞിട്ടുള്ള ആളുമാണ്. കാരണം ഈ തമിഴ്നാടിന്റെ നിങ്ങൾ ഇപ്പം പറയുന്ന സുനാമി അവിടെ അടിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും അടിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയും അതിന്റെ റിയാക്ഷൻ ഈ തീരപ്രദേശത്ത് ഉണ്ടെന്നും ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ള ആളുകളുമാണ്. ഏതൊക്കെ സയന്റിസ്റ്റ് എന്ന് പറഞ്ഞാലും ഞങ്ങൾ ആ വാദഗതിയോട് ഞങ്ങൾ യോജിക്കില്ല. കാരണം ഇവിടെ കടലിന്റെ മക്കളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ശാസ്ത്രത്തിന്റെയും ആവശ്യം ഞങ്ങൾക്കില്ല. കാരണം കടലിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ദൈനംദിനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ. അവർ പറഞ്ഞിട്ടുള്ളതാണ് യഥാർത്ഥ ശാസ്ത്രം. അവർ പറഞ്ഞിട്ടുള്ള ശാസ്ത്രം തന്നെയാണ് ഇന്ന് ലോകത്തിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ അപ്പന്മാര് പറയുന്നുണ്ട് ഇത് കടലിനെയും കടലിന്റെ ആവാസ വ്യവസ്ഥയെയും ഈ ലോകത്തിലെ മൊത്തം ജന്തുക്കളെയും ജീവനുള്ള സർവ്വതിനെയും ദോഷകരമായി ബാധിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പം കൂടംകുളത്ത് മാത്രമല്ല, നിങ്ങൾക്കറിയാം കൂടംകുളത്ത് കൊണ്ടുവന്നിട്ടുള്ള റഷ്യ വേണ്ടാന്ന് വെച്ചിട്ടുള്ള സാങ്കേതിക വിദ്യയാണ്. റഷ്യ വേണ്ടാന്ന് വെച്ചിട്ടുള്ള സാങ്കേതിക വിദ്യ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്ത് മാത്രം എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇവിടെ അതല്ല പറഞ്ഞത്. ഈ കൂടംകുളം മാത്രമല്ല, ഇന്ന് ലോകത്ത് സൗത്ത് ഏഷ്യയിൽ നടന്നത് ഇതൊരു സൗത്ത് ഏഷ്യൻ കോൺഫറൻസ് ആണ്. ഈ സൗത്ത് ഏഷ്യയിൽ മൊത്തത്തിലുള്ള മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല, ഇവിടത്തെ മൊത്തം ആക്ടിവിസ്റ്റുകളും ഇവിടത്തെ മൊത്തം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇത്തരം അണുനിലയങ്ങളിൽ നിന്നുള്ള വൈദ്യുതി വേണ്ട എന്നുള്ളത്. ഇത് ആർക്ക് വേണ്ടിയാണ് ഈ വൈദ്യുതി എന്നുള്ളൊരു ചോദ്യമാണ്. അതിവിടെ ചർച്ച ചെയ്യപ്പെടണം. ആർക്ക് വേണ്ടിയിട്ടാണ്? ഇന്ന് ഇന്ത്യക്ക് സ്വന്തമായി നിലനിൽക്കാൻ ഇന്ത്യയിലെ സാധാരണപ്പെട്ടവരിൽ നിന്ന് വൈദ്യുതി എത്തുന്നില്ല. അപ്പം ആർക്ക് വേണ്ടിയിട്ടാണ്? ഒരു വശത്ത് നമ്മൾ വേറെണ്ണം കൂടി ചർച്ച ചെയ്യപ്പെടണം. ഇന്ന് കൂടുമാറി തുടങ്ങുന്ന കമ്പനികൾക്ക് വേണ്ടിയിട്ട്, സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടിയിട്ട് വൈദ്യുതി ഉണ്ടാക്കാനാണ് ഇത്തരം റിയാക്ടറുകൾ കൊണ്ടുവന്ന് ഇവിടെ വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത്. എന്തുകൊണ്ട് ഇവിടെ കുടില് ആദിവാസി മേഖലയിലും മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള കറണ്ടില്ല. ഇവിടെ ആരാ ചർച്ച ചെയ്യപ്പെടുന്നത്? ഇവിടെ ആര് ചർച്ചപ്പെടുന്നുണ്ട്? നെൽപ്പാടങ്ങൾ മൊത്തം നിരത്തിക്കൊണ്ട് വലിയ വലിയ കമ്പനികൾ കൂടുപോലെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഫുഡ് സെക്യൂരിറ്റിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഫുഡ് സെക്യൂരിറ്റി ഇല്ലാതെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വികസനത്തിനാണ് ഇത്തരം ഇത് കൂട്ടുനിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ സാമ്പത്തിക വശവും പാവപ്പെട്ടവന്റെ വിശപ്പിന്റെ വശവും കൂടി നമ്മൾ സംസാരിക്കണം. ഇവിടെ ഫുഡ് ക്രൈസിസ് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഫുഡ് ക്രൈസിസിന് ഒരുപാട് ആധിക്യം, അതിന്റെ കാഠിന്യം കൂട്ടുന്നതിനാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യമില്ലെങ്കിൽ മത്സ്യത്തൊഴിലാളി സമുദായം പട്ടിണിയിലാകും. എന്തുകൊണ്ട് നമ്മൾ അതിന്റെ ആവശ്യം നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല? അപ്പൊ ഇവിടെ ഒരു സമ്പന്നരുടെ ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ നയത്തിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തീർച്ചയായും ഞാൻ പറയുന്നത് ഇവിടെ വേറൊരു വശം കൂടി ചർച്ച ചെയ്യപ്പെടണം. എന്തുകൊണ്ട് കഴിഞ്ഞ 20 വർഷമായിട്ട് മത്സ്യത്തൊഴിലാളികൾ മാത്രം ഈ സമരത്തിന് അണിചേരുന്നു എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. എന്തുകൊണ്ട് സൗത്ത് ഏഷ്യൻ ലെവലിൽ ഒരു ചർച്ച ഇവിടെ വരുന്നില്ല? എന്തുകൊണ്ട് സൗത്ത് ഏഷ്യൻ മൂവ്മെന്റുകൾ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നില്ല? അതാണ് ഇവിടെ വരേണ്ടത്. നമുക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളതാണ്. അതുപോലെ വേറൊരു ഇത് പറയുന്നു, കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് അദ്ദേഹത്തെ എനിക്കറിയാം, കേരളത്തിൽ ആദ്യം ഇതിനെതിരെയുള്ള പ്രചരണം നടത്തിയിട്ടുള്ള ഒരു ടീമാണ് ഞങ്ങൾ മത്സ്യത്തൊഴിലാളി സ്ത്രീകൾ. ഇന്ന് നമുക്ക് എന്തുകൊണ്ട് ഇന്ന് ഇവിടെ വേറൊരു തരത്തിലും ഇന്നത്തെ സ്ത്രീ വനിതാ പ്രസ്ഥാനങ്ങളുടെ മുന്നിൽ ഒരു ചോദ്യം ഞാൻ ഇവിടെ ചോദിക്കുകയാണ്. ഇന്ന് 50% ഈ 30% റിസർവേഷൻ വേണ്ടിയിട്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ ഇത്തരം സ്ത്രീകളുടെ ഇത്തരം അമ്മമാരുടെ വേദനകളെ പറ്റി എന്തുകൊണ്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് ഇത് പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല? ഈ വിഷയത്തെ സംബന്ധിച്ചുകൊണ്ട് എന്തുകൊണ്ട് പൊളിറ്റിക്കൽ പാർട്ടികൾ ഇതൊരു വിഷയമായിട്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല? അപ്പൊ ഇവിടെ പറയുന്നത് ഇത് സാധാരണപ്പെട്ടവന്റെ പ്രശ്നങ്ങള് ഇതുപോലുള്ള ഭരണകൂടങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് സൗത്ത് ഏഷ്യൻ ലെവലിൽ നമുക്ക് എങ്ങനെ ഈ സമരത്തെ നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള രീതിയിലുള്ള ചില നിർദ്ദേശങ്ങളും കൂടി നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരണം. എനിക്ക് തോന്നുന്നു ഇതിനെ സംബന്ധിച്ച് നമ്മളിവിടെ പ്രമേയം പാസ്സാക്കേണ്ടിയിരിക്കുന്നു. ഈ രണ്ട് വിഷയത്തെ സംബന്ധിച്ചും ഇവിടുത്തെ പരമ്പരാഗത സമൂഹങ്ങള് ഒറ്റക്കെട്ടായി ഇതിന് എഗെയിൻസ്റ്റ് ആണെന്നും ഇതിനി ഇന്ത്യയിലല്ല ലോകത്തൊരിടത്തും ഇതുപോലുള്ള നിലയങ്ങൾ വേണ്ട എന്ന് നമ്മളിവിടെ പ്രമേയം പാസ്സാക്കണം. അതുപോലെ നമ്മുടെ ഇവിടുത്തെ അമ്മമാരുടെ നമുക്കറിയാം, ലോകത്തിൽ ഒരിടത്തും ഇല്ലാത്ത നമ്മളെയൊക്കെ കണ്ണു തുറപ്പിച്ചുകൊണ്ട് നഗ്നരായിട്ട് സമരം ചെയ്തിട്ടുള്ള എനിക്ക് തോന്നുന്നു ഒരു വിഭാഗം ഇന്ത്യയിലുണ്ടെങ്കിൽ അവർ മാത്രമായിരിക്കും. എന്നിട്ട് നമ്മൾ അതിനെയൊക്കെ ആസ്വദിക്കുകയാണോ അതോ അതിന്റെ തീവ്രത മനസ്സിലാക്കിക്കൊണ്ട് അതിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായും
വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്തുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. നേരത്തെ ഉല്ലാസ് പറഞ്ഞതുപോലെ ഇവിടെ നമുക്കറിയാം അടുത്ത കൂടംകുളത്ത് അങ്ങനെ ഒരു സാധനം വരികയാണെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആം ഫോഴ്സ്മെന്റ് സ്പെഷ്യൽ ആക്ട് അവിടെ നടപ്പിലാക്കേണ്ടി വരുമെന്നുള്ളത് അബ്ദുൽ കലാമിന്റെ ചെറിയ സംസാരങ്ങളിലൂടെ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അബ്ദുൽ കലാം പറയുന്ന എല്ലാവരും പറഞ്ഞു വലിയ സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം പറഞ്ഞ അഹങ്കാരത്തിന്റെ ഭാഷയാണ്. അദ്ദേഹം പറഞ്ഞത് എനിക്ക് മത്സ്യത്തൊഴിലാളികളെ കാണേണ്ട ആവശ്യമില്ല, മത്സ്യത്തൊഴിലാളികൾക്ക് വേണമെങ്കിൽ എന്നെ കാണട്ടെ എന്ന്. എന്ത് ജനകീയ സയന്റിസ്റ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം ആരുടെ പക്ഷത്ത് നിൽക്കുന്നു എന്നുള്ളതും കൂടി നമ്മളിവിടെ ചർച്ച ചെയ്യണം. അതുകൊണ്ട് ഈ സൗത്ത് ഏഷ്യൻ അതെ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ രണ്ടിനെ സംബന്ധിച്ചുകൊണ്ടുള്ള കൂടുതൽ ചർച്ച നടക്കുകയും ഇതിന് എഗെയിൻസ്റ്റ് ആണ് ഇവിടുത്തെ ഈ സൗത്ത് ഏഷ്യയിലെ സാധാരണപ്പെട്ട ആളുകളുടെ പ്രസ്ഥാനങ്ങൾ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഇതിനെ ചർച്ച ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്.